കാണിച്ച ഊമ്പിച്ചോളുമാർ ഇപ്പം ചെയ്തേക്കണതെല്ലാം ജീവനക്കാർ പണം മാറ്റിയും തെളിവ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വാർത്ത വന്നിട്ടുണ്ട്. അത് ഒന്ന് വയ്ക്കാം, ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ഇത് ഒരു വലിയ സംഭവ വികാസമായി തന്നെ ഇപ്പോൾ ഇവന്മാർക്ക് ഇത് അന്വേഷിക്കാൻ നേരം ഉണ്ടായിരുന്നല്ലോ. എന്ന് വെച്ചാൽ ഇത് ബാങ്ക് അക്കൗണ്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം കണ്ടുപിടിക്കേണ്ട കേസായിരുന്നു. അല്ലാണ്ട് വേറെ വലിയ സാധനം ഇവിടെ കൊണ്ടുവരേണ്ട കേസൊന്നും ഇല്ലായിരുന്നു അന്വേഷിക്കാനായിട്ട്. അപ്പോൾ ഇപ്പം അവന്മാർ ഇതെല്ലാം ഈ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും കുറേ അങ്ങ് അവഹേളിച്ച് കഴിഞ്ഞ് ഇപ്പം അവന്മാർ ഒന്ന് പരിശോധിച്ച് നോക്കി. അപ്പം മനസ്സിലായി, ഊമ്പിച്ചു. പെണ്ണുങ്ങൾ നല്ലോണം പണിയെടുത്തായിരുന്നു. മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ? സുജയ, ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതായത് ദിയ കൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ പണം നമുക്ക് ഓരോ കാര്യങ്ങളായി വ്യക്തത വരുത്തി പോകാം. മനസ്സിലായാലും അപ്പോൾ ഇത് അറിയാൻ പാടില്ലായിട്ടൊന്നുമല്ല, ഇതൊന്നൊന്ന് കൊഴുക്കട്ടെ, ഒന്നൊന്ന് അളിയട്ടെ. കൃഷ്ണകുമാരൻ കുടുംബം ഒന്ന് നാണം കെട്ടത്ത് എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇത്രയൊന്നും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എടുക്കാണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ, അതായത് ഇവളുമാർ ഒരുത്തി മേടിച്ച് വെച്ചേക്കണ സ്വർണ്ണങ്ങൾ, ഒരുപാട് സ്വർണം, ഒരുത്തി വീട് വെച്ചേക്കണം, ഒരുത്തിയാണെങ്കിൽ കാറ് മേടിച്ചേക്കണം. ഇതെല്ലാം തിരിച്ചെടുക്കണം. അന്യൻ്റെ മുതൽ ഈ വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൻ്റെ അടുത്ത് നിന്ന് കട്ടിട്ട് വീടും കാറും മയിലും ഒന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം തിരിച്ചെടുക്കണം. ഒന്ന് അടുത്ത് കേൾക്കാം. ഇപ്പോൾ ഈ O/OC അതാണല്ലോ ദിയ കൃഷ്ണയുടെ സ്ഥാപനം. അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച് കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദിയ കൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത്? എത്ര കാലമായി ഈ അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട്? 2024 ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ക്യാരിങ് ആയതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ടാണ്, എത്രയൊക്കെ പണം ഇത് നല്ലോണം അടിച്ചു മാറ്റി. ഈ പെൺകൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഈ കട തുടങ്ങിയപ്പോൾ തൊട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. ആ സ്റ്റാഫുകളെ വിശ്വസിച്ച് ഈ പെൺകൊച്ച് പയ്യെ ബിസിനസ്സിൽ നിന്ന് ഒതുങ്ങി നിന്നപ്പം അത് മുതലാക്കി ഇവളുമാർ 2024 മുതൽ ഒരു വർഷം കൊണ്ട്, ഒരു ദിവസം ഭയങ്കര കച്ചവടമുള്ള കടയായിരുന്നു പറഞ്ഞ്, ഭയങ്കര വിജയമായിരുന്നു കട എന്നാ പറഞ്ഞ്, ഒരു വർഷം കൊണ്ട് അവളുമാർ നല്ലോണം അടിച്ച് 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി പല അക്കൗണ്ടിലേക്കും കയറ്റിക്കൊണ്ടിരുന്ന. കാരണം റഹീസ് റഷീദ്, ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, 8 ലക്ഷത്തിലധികം രൂപ ഇവർ ദിയയ്ക്കൊപ്പം അല്ലെങ്കിൽ ദിയയുടെ സഹോദരിമാർക്കൊപ്പം കൃഷ്ണകുമാറിനൊപ്പം ഉള്ള സമയത്ത് തന്നെ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാൻ പറയുന്നു. അപ്പോൾ പണയം വെച്ച് ആ പണം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അക്കാര്യത്തിൽ പോലീസ് ഒരു വസ്തുതാ പരിശോധന നടത്തിയിട്ടുണ്ടോ? കാരണം ഇവർ 8 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തുക എവിടെ നിന്നാണ് വന്നത്? പണയം വെച്ച് കൊണ്ടുവന്നു, കയ്യിലുണ്ടായിരുന്നതെല്ലാം ചേർത്ത് കൊടുത്തു, ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നു. എന്തൊക്കെ കഥകളാണ് അപ്പോൾ ഈ പെൺകുട്ടികൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയത്? റഹീസ് റഷീദ്, അക്കാര്യത്തിൽ അവർ നൽകിയ കൃഷ്ണകുമാറിനെതിരെ നൽകിയ കേസുകളടക്കം അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? കൃഷ്ണകുമാറിനെതിരെ 3 ജീവനക്കാർ അവനോട് ഇവന്മാരുടെ കെട്ടിയവന്മാരോട് ഊമ്പന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പം
ഇവന്മാർ ചോദിച്ച സ്പോട്ടിൽ തന്നെ 8 ലക്ഷം രൂപ കൊണ്ടേ കൊടുത്തു. 8 ലക്ഷം രൂപ. അപ്പോൾ പണയം വെച്ചു കുണച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനൊക്കെ കാശ് അവിടെ ഇവിടെ എല്ലാ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് എല്ലാം ക്യാഷായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവനൊക്കെ ചോദിക്കുന്ന വഴി സാധാരണ കുടുംബത്തിലായിരിക്കും. നമ്മളെല്ലാം സാധാരണ കുടുംബത്തിലുള്ള, പക്ഷേ ഈ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഇവനൊക്കെ ഈ പെട്ടെന്ന് ചോദിക്കുന്ന വഴി ഈ 9 ലക്ഷം രൂപ എടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്തൊരു കള്ളനാണ്. ഇന്നത്തെ ആ പെൺകൊച്ചിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും ഒരു നന്ദിയില്ലാത്ത നാരികളായിരുന്നു ശരിക്കും. അടുത്തത് കേൾക്കണം. നൽകിയ പരാതി പോലീസ് പ്രാഥമികമായ തെളിവുകൾ, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡിജിറ്റൽ രേഖകളും നോക്കിയപ്പോൾ ദിയ കൃഷ്ണ പറയുന്നതിലാണ് വാസ്തവമെന്ന് ഏതാണ്ട് പോലീസ് വ്യക്തമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 3 ജീവനക്കാർ നൽകിയ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സംസാരിച്ച് അവരുടെ കൂടി ഉപദേശം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നിലവിൽ അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഇത് കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി. ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല. ആണോ ഇപ്പം ഇവന്മാരുടെ കാര്യം വേറൊന്നുമല്ല. ഇവന്മാർ ഇത് എങ്ങനെയെങ്കിലും ഇവന്മാർ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ലായിരിക്കും. മനസ്സോടെ ആയിരിക്കും ഇവന്മാർ ഇപ്പം ഇതിങ്ങനെയൊന്ന് കൗണ്ടർ കേസാക്കി പറഞ്ഞത്. ഇത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നു ഇത് കൗണ്ടർ കേസാണ്. ഇത് ഇവർ പല വീഡിയോയിലും എല്ലാം അവരുടെ കുറ്റസമ്മതം നടത്തിയതായിരുന്നു. എന്നിട്ടും പോലീസുകാർ ഈ പറഞ്ഞ് 23 വർഷം തടവ് ശിക്ഷ അനുവദിക്കാനുള്ള ഒരു കേസ് ചുമത്തി കൃഷ്ണകുമാരനെ കുടുംബത്തിനെതിരെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അനീതി തന്നെയാണ്. അവരെ ആൾക്കാരുടെ മുമ്പിൽ അത് ഒരു കൂട്ടം ആളുകളെങ്കിലും വിശ്വസിച്ച് കാണും കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് തെറ്റെന്ന്. അതിനൊക്കെ ഒരു നഷ്ടപരിഹാരവും കാര്യങ്ങളെല്ലാം ഇവളമാരെല്ലാം അകത്തിടന്നേ. ഇങ്ങനെ ഈ കള്ളത്തരം തുടർന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങനെ ഈ കട്ട് പഠിച്ചു കഴിഞ്ഞാൽ കട്ട് തന്നെ പോകുന്നേ. നിലവിൽ അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഇത് കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി. ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ജീവനക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഘടകം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ, അതായത് ഫോണിൽ നിന്നുള്ള വിവരങ്ങളും CCTV ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ ജീവനക്കാർ പറയുന്ന കാര്യങ്ങൾ വാസ്തവമല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ. ഇനി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടികൾ പറഞ്ഞത് ഇവരെ തട്ടിക്കൊണ്ടുപോയി, നിങ്ങളുടെ അനുവാദമില്ലാതെ ബലത്തോടെ കൊണ്ടുപോയാൽ അതല്ലേ തട്ടിക്കൊണ്ടുപോകൽ. ഈ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ഇതിൽ ചേർക്കണോ എന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണെങ്കിൽ ഇവർ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുമൊക്കെ ഒപ്പം ആ കെട്ടിടത്തിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അതടക്കം ഇപ്പോൾ നേരത്തെ പുറത്തുവിട്ടല്ലോ. കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെയും ഒപ്പം തന്നെ അഹാനയുടെയും ഒക്കെ പലരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ ബ്ലോഗുകളിലൂടെയൊക്കെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞതുമാണ്. CCTV ദൃശ്യങ്ങളും തെളിവുകളായുണ്ട്. അതോടൊപ്പം ഈ പെൺകുട്ടികൾ പറഞ്ഞ മറ്റൊരു കാര്യം, ATM വഴി ഓരോ ദിവസവും പണം എടുത്ത് ദിയയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ദിയ ഒരു ടാക്സ് വെട്ടിപ്പുകാരിയാണ് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കാൻ പോലും ഈ പെൺകുട്ടി. അപ്പോൾ ഈ പറഞ്ഞ ദിയ എന്ന് പറഞ്ഞ ആൾ പെൺകുട്ടി ഇവരെ ടാക്സ് വെട്ടിക്കാനായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി പൈസ ഇടിപ്പിച്ചിട്ട് അവരോട് പൈസയായിട്ട് ATM ൽ നിന്ന് എടുത്ത് തരാനാണ്. ഇവർക്കൊക്കെ എന്തോരം ചങ്കൂറ്റം ഉണ്ടായിട്ട് ഇവർക്ക് ഇത് കൂട്ടി പക്ക ഫ്രോഡുകാരം കാണിക്കാനായിരുന്നു. ഇവിടെ എന്തോരം പെണ്ണുങ്ങൾ ലോട്ടറി വിറ്റും അതിനൊക്കെ ഇതിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എന്തോരം കൂലിപ്പണിയെടുത്ത് മെക്കാട് പണിയെടുത്ത് ഇതൊക്കെ ഇതിന് ഭേദം വേറെ വല്ലതും ഞാൻ പറയണല്ലോ എന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൂ. നാണമാവില്ലേ ഇതൊക്കെ. അപ്പോൾ ഒരു കുടുംബത്തിനെയും ഒരു അവരുടെ കുടുംബത്തിൽ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവർക്ക് കാശുണ്ടായിക്കോട്ടെ, സിനിമാനായിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവരെന്താണെങ്കിലും അവരൊരു വ്യക്തികളല്ലേ, ഈ പൗരന്മാരല്ലേ നമ്മുടെ നാട്ടിൽ. അവർക്കൊരു അനീതി എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ശരിക്കും പറഞ്ഞാൽ അനീതി എന്ന് പറഞ്ഞാൽ ഇതൊരു അനീതി തന്നെയാണ്. അവരപ്പുറം നാണം കെട്ട് എന്ന് വെച്ചാൽ ആൾക്കാരുടെ മുമ്പിൽ അപ്പുറം വരും. കുറച്ച് വിഭാഗത്തിന് മുമ്പിലെങ്കിലും അവരുടെ മാനത്തിന് വില പറയേണ്ടി വന്നു. 2 ദിവസമെങ്കിൽ 2 ദിവസം. അപ്പോൾ ഈ ഇവളുമാരെയൊക്കെ ഇങ്ങനെയുള്ള കുട്ടിച്ചിമാരെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പാടിച്ചികളെയൊക്കെ പറയുമല്ലോ, അല്ലെ തമിഴ് പെണ്ണുങ്ങൾ ഇതാണ് പാട്ട പറക്കാൻ പറ്റുന്നവരെയൊക്കെ കുറ്റം പറയും. അവരൊക്കെ അന്തസ്സായിട്ട് അവരങ്ങനെ നടന്ന് അവരുടെ ഗതികേടുകൊണ്ട് കാണിക്കുന്നത്. ഇവളൊക്കെ നല്ല വേഷം ഇട്ട് നല്ല ഇതും ഇട്ട് നല്ല ചോറ് തന്ന കഴിക്കുക തന്നെ. നന്ദിയില്ലാത്തവർ തെണ്ടിത്തരമാണ്, പക്കാ തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. അതിനുള്ള നടപടി കൃഷ്ണകുമാറിനോട് ഉള്ള നീതി ഇനിയെങ്കിലും കൃഷ്ണകുമാറിന് നീതി നടപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതിയോ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ